ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഗ് ട്രേ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു എഗ് ട്രേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനത് ഓരോ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാവക്കുട്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗ് വെക്കുന്ന ഓരോ പോർഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു ക്യാപ്പ് പോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എഡ്ജസൊക്കെ നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പാവക്കുട്ടി ഉണ്ടാക്കാനായിട്ട് 4 ഇതുപോലത്തെ എണ്ണമാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒരെണ്ണം നല്ല ചെറുതും ബാക്കി 3 എണ്ണം ഒരുപോലെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ 4 എണ്ണം എടുക്കാം. അതിൽ ഞാൻ 3 എണ്ണം ഒരുപോലെയും ഒരെണ്ണം കുറച്ച് ചെറുതായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാവക്കുട്ടിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഏറ്റവും ചെറുതാണ് നമ്മൾ ഫേസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ക്യാപ്പ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് വേറൊരെണ്ണം ക്യാപ്പ് പോലെ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന 2 എണ്ണം നമുക്കൊരു സ്കേർട്ട് പോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന വിധം ഫിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്രാഫ്റ്റാണ്. പക്ഷേ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാണാനും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പം നമുക്കിതും കൂടെ ഫിക്സ് ചെയ്താൽ നമുക്ക് ആ പാവക്കുട്ടിയുടെ ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർഫുള്ളാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 കളറാണ് എടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റായിട്ടുള്ള കളർ തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കളർ വെച്ച് ഈ പാവക്കുട്ടിയെ നല്ല കളർഫുള്ളാക്കി എടുക്കാം. അപ്പം ഞാനൊരു യെല്ലോ അതുപോലെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അടിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ക്യാപ്പിനും അതുപോലെ താഴത്തെ സ്കേർട്ടിനും ഒരു കളറും നടുക്കിൽ വേറൊരു കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കളറിങ് അങ്ങനെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവക്കുട്ടിക്ക് കൈയും കാലൊന്നും ഇല്ല കേട്ടോ. കൈയും കാലൊന്നും ഇല്ലാത്ത പാവക്കുട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കണം, പിന്നെ കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇത്രയും മാത്രമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കളറിങ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കിലാണുള്ളത്. ഇനി നമ്മൾ എടുക്കേണ്ടത് ഹെയർ ആണ്. ഇത് നമ്മുടെ ആ ഒരു ക്യാപ്പൊക്കെ കട്ട് ചെയ്തപ്പോൾ താഴെ വന്ന പീസാണ്. അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് വച്ചതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ബ്ലാക്ക് കളറൊന്ന് അപ്ലൈ ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ ഹെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളർ കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഉണക്കിയെടുക്കാം. ഓക്കെ, അത് അവിടെ കിടന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കണം. ഞാൻ ആദ്യം കളറിൽ മുക്കിയിട്ട് ഇതുപോലെയാണ് കണ്ണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് റെഡി ആയില്ല. അപ്പം ഞാൻ പിന്നെ മാർക്കർ എടുത്തിട്ട് കണ്ണൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സുന്ദരിയാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ സൗന്ദര്യം ഇത്തിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഐബ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ആ റെഡ് കളർ കൂടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു ബോധത്തെ പോലെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഹെയർ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഹെയർ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പരിപാടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട്. നമുക്ക് ആ ഡ്രസ്സൊക്കെ ഒന്നുകൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഡ്രസ്സിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാവക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാവക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു പാവക്കുട്ടി മാത്രമല്ല, ഞാൻ വേറെ 2 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ സ്വന്തം പാവക്കുട്ടികളെ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. കൂടാതെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.